നമ്മുടെ നാട്ടിൽ പല റെസ്റ്റോറൻറ്റുകളും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. കസ്റ്റമറുടെ അടുത്ത് ബില്ലൊക്കെ അടിച്ച് പൈസയൊക്കെ വാങ്ങിച്ചതിന് ശേഷം മാസാമാസം അതിൻ്റെ ടോട്ടൽ ബില്ലും കാര്യങ്ങളൊക്കെ ട്രിം ചെയ്യുക. അതായത് അടിച്ച ബില്ലുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളൊരു പരിപാടി. അതേപോലെ തന്നെയുള്ള പരിപാടിയാണ് ബില്ല് മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഒരു പരിപാടി. ടേൺ ഓവർ കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ടേൺ ഓവർ കുറച്ചാൽ ഇൻകം ടാക്സുകാർക്കൊന്നും അങ്ങനെ പിടിക്കാൻ വേണ്ടി പറ്റില്ല. അതേപോലെ ഇൻകം ടാക്സ് കുറക്കാനും പറ്റും, GST കുറക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഹൈദരാബാദിൽ നിന്ന് വരുന്നൊരു ന്യൂസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നടത്തിയ റെയ്ഡിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുറച്ച് ബിരിയാണി വിൽക്കുന്ന കടകളിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവിടുന്ന് പിടിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ ടോട്ടൽ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ഉപയോഗിക്കുന്നതിൽ 10% കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അതിനെ കംപ്ലീറ്റ് ഒന്ന് ഡീകോഡ് ചെയ്ത സമയത്ത് 1,74,000 വരുന്ന ID അവർ ചെക്ക് ചെയ്തിട്ട് ഏകദേശം 70,000 കോടി രൂപയുടെ ടേൺ ഓവർ വെട്ടിപ്പാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു അനാലിസിസാണ്. അതിനകത്ത് വെറും ആന്ധ്രാപ്രദേശിലുള്ള വെറും 40 റെസ്റ്റോറൻറ്റുകൾ ചെക്ക് ചെയ്തപ്പം അവർ മാത്രം വെട്ടിച്ച കോടികൾ 400 കോടി രൂപയുടെ വെട്ടിപ്പാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്ത് വാങ്ങിക്കുകയൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നതല്ല, നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകാർ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൽ ഡാറ്റ എൻ്റർ ചെയ്തിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് ട്രിം ചെയ്ത് മോഡിഫൈ ചെയ്താൽ ആർക്കും പിടിക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഇന്നത്തെ ടെക്നോളജി ജനറേറ്റീവ് AI ഉൾപ്പെടെ ബിഗ് ഡാറ്റ അനാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഫോറൻസിക് ഓഡിറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഈ പറയുന്ന കുറ്റക്കാർക്കെതിരെ അത്യാവശ്യം പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ചുമത്തപ്പെടും എന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇത് മൊത്തം ഇന്ത്യ പാൻ ഇന്ത്യ ബേസിൽ ചെയ്യാനുള്ള ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് സെയിൽസൊക്കെ കട്ട് ചെയ്യും, ട്രിം ചെയ്യും, സെയിൽസ് മോഡിഫൈ ചെയ്യും. ഇതൊക്കെ പിടിക്കപ്പെടാനുള്ള ചാൻസും കൂടുതലാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ.